ഫ്രണ്ട്സ്, ഈ താഴെ വെക്കുന്ന വീഡിയോ കാണുന്ന കൊച്ചില്ലേ, ഇപ്പം ജീവനോടെ ഇല്ല, കൊന്നു കളഞ്ഞു. ഇവളും ഇവൻ്റെ മറ്റവനും കൂടി ചേർന്നിട്ട്. എന്നിട്ട് ഈ കൊച്ചിൻ്റെ കൈ കണ്ടോ നിങ്ങൾ? ഈ കൊച്ചിൻ്റെ കൈ എങ്ങനെ ഒടിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? സൈക്കിളിൽ നിന്ന് വീണതാണ്. എന്നിട്ട് ഇപ്പം അവൻ സമ്മതിച്ചേക്കുന്നു, ഞാൻ തല്ലി ഓടിച്ചതാണ്. ഇവനെ പോലെയുള്ളവന്മാരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? സത്യം പറയാം, എനിക്ക് ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറയാം അത്രയും വിഷമം തോന്നി. ഒരു കുട്ടിക്ക് വേണ്ടി അത്രത്തോളം വിഷമിക്കുന്ന എത്രയോ പാരൻസ് ഉണ്ടെന്നറിയും. ഒരു കുഞ്ഞു ബാവ കയ്യിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന എത്രത്തോളം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ഇവനൊക്കെ കൂടി കൊന്നു കളഞ്ഞ ആ കുട്ടി അത്രയും ക്രൂരമായിട്ട്. ഞാൻ ഇന്ന് എൻ്റെ ഓഫീസിൽ ഇരുന്നപ്പോൾ ഇത് ന്യൂസ് കണ്ട സമയത്തുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അത്രയും വിഷമായിപ്പോയി. TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഉണ്ടല്ലോ, അവന് പോലും ഇത്രയും 51 വെട്ട് കിട്ടി. ഈ കൊച്ച് എന്ത് പിഴച്ചു? 1.5 വയസ്സേ ഉള്ളൂ. ഈ കുട്ടി എന്ത് ചെയ്തിട്ടാണ് ഈ കുട്ടിയെ കൊല്ലാൻ മാത്രം അന്ന് ദേഷ്യം വന്നത്? ഇതിനു മുമ്പ് ഒന്ന് കല്യാണം കഴിച്ച ആ കുട്ടീൻ്റെ അവസ്ഥ നിങ്ങൾ കാണണം. ഞാൻ അവിടെ വെക്കുന്നില്ല, കാരണം എനിക്ക് ആ കുട്ടിയുടെ മുഖം പുറത്തോട്ട് വിടാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്. ന്യൂസ് ചാനലൊക്കെ ഉണ്ട്. ഇവനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ തീറ്റി പോറ്റാൻ വേണ്ടി ജയിലിലോട്ട് കയറ്റിവിടുന്നു. ജനങ്ങളുടെ രോക്ഷം കാണിക്കുക. ഞാൻ കാണിച്ചു തരാം. ഭൂമിക്ക് മേലെ വെച്ചേക്കരുതാണ് ജനങ്ങൾ പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് തെളിവെടുപ്പിന് കൊണ്ടുവന്നൊരു വീഡിയോ കൂടി വെക്കാം. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ കുഞ്ഞ് നേരിട്ടത് മനസാക്ഷിയെ നടുക്കുന്ന ക്രൂരതയാണ്. 51 മുറിവുകളാണ് കുഞ്ഞിന്റെ ശരീരത്തിലുള്ളതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. അഷ്കർ കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നുവെന്ന് അഖിലയുടെ അമ്മ റീന ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കൊഴുത്ത പട്ടിയെ പോലെ ആയിരിക്കും കുഞ്ഞിനെ നോക്കുക എന്ന് പറഞ്ഞു. അഖിലയും എല്ലാത്തിനും കൂട്ടുനിന്നുവെന്നും മകളെന്ന് പറയാൻ പോലും തനിക്ക് നാണക്കേടാണെന്നും അമ്മ പറയുന്നു. ഇവളെപ്പോലെ ഒന്നിനെ പെറ്റതിന് ആ അമ്മ ഇപ്പം ഖേദിക്കുന്നുണ്ടാവും. ഇവിടെ അന്നേ കഴുത്ത് ഞെരിച്ച് കൊന്നാ മതി എന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ടാവും. ഞാൻ ഇത്രയും മാന്യമായിട്ട് പറയുന്നത് എൻ്റെ അമ്മ പറഞ്ഞോണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കായും പൂവും മായും എല്ലാം കൂട്ടി വിളിച്ചു പോയായിരുന്നു. എന്നിട്ട് അവൾ വലിയ ശീലാവതിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കാണണം, പഴയ വീഡിയോ. ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ പോലും കൂട്ടു നിൽക്കുന്ന പോലും. സ്വന്തം കുരുന്നിനെ കൊലയ്ക്ക് കൊടുക്കാൻ മാത്രം നിങ്ങൾക്ക് ഇവരെ പോലുള്ളവരെ തീറ്റി പോറ്റുന്നതിനോട് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ഇടണേ ഗൈസ്.